വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിക്കും, അത് നിങ്ങൾക്ക് കിട്ടും. മതി. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തുമെങ്കിലും അപേക്ഷിച്ചാൽ, നിങ്ങൾ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. ഈ വാക്യത്തിൽ കാണുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ, ഭയങ്കര ഒരു കണ്ടീഷന്, ഒരു വലിയ ക്ലോസ്, ഒരു വലിയ കണ്ടീഷൻ. നിങ്ങൾ എന്നിൽ വസിക്കണം, ഞാൻ നിങ്ങളിൽ വസിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചോദിച്ചാലും മറുപടികൾ വന്നിരിക്കും. ഇതേ ആശയമാണ്, ഇതേ അരുളപ്പാടാണ് യേശു കർത്താവ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ച വാക്യം 15-ാം അധ്യായം തന്നെ അതിൻ്റെ 16-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടോ. 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. മതി. പിതാവ് നിങ്ങൾക്ക് തരുവാൻ തന്നെ. ഇംഗ്ലീഷിൽ സോ ദാറ്റ് യുവർ പ്രേയേഴ്സ് മേ ബി ആൻസേർഡ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കണം. നിങ്ങൾ ഫലം കായ്ച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ലഭിക്കുകയില്ല. കഴിഞ്ഞ ആഴ്ച നമ്മളതാ ചിന്തിച്ചത്. ഞാൻ ഫലം കായ്ക്കുന്നില്ല, ഇല്ലെങ്കിൽ കാട്ടുമുന്തിരി കായ്ച്ചു, കയ്പുള്ളതും കൊള്ളാത്തതും കായ്ച്ചു, അവരെക്കുറിച്ചല്ല. ഫലമില്ലാത്തതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, യജമാനോട് പറയും, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഇപ്പോഴതിനെ വെട്ടിക്കളയേണ്ട, 1 വർഷം കൂടെ നിൽക്കട്ടെ. ശരിയാ, സ്ഥലം, വളം എല്ലാം പോകുന്നുണ്ട്, എങ്കിലും 1 വർഷം കൂടെ നിൽക്കട്ടെ. കാര്യം ആ 1 വർഷം കൂടെ കഴിയുമ്പോൾ അഥവാ ഫലം കായ്ച്ചെങ്കിലോ വെട്ടിക്കളയേണ്ട, അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്ന ഒരു നല്ല കർത്താവിനെ കാണുവാൻ സാധിക്കും. എങ്കിലും പറയുകയാണ്, നിങ്ങൾ വളരെ ഫലം കായ്ച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്കതിൻ്റെ മറുപടി ലഭിച്ചിരിക്കും. ആദ്യത്തെ വാക്യത്തിൽ കണ്ടു, ഞാൻ നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ എന്നിൽ വസിച്ചാൽ. ഇറ്റ്സ് അതർ വേ അറൗണ്ട്. നിങ്ങൾ എന്നിൽ വസിച്ചാൽ, ആദ്യം നിങ്ങൾ എന്നിൽ വസിക്കണം. 2, ഞാൻ നിങ്ങളിൽ വസിച്ചാൽ. ഈ 2 കണ്ടീഷൻസ് ഒക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്പോൾ വായിച്ചു, നിങ്ങൾ വളരെ ഫലം കായ്ച്ചാൽ നിങ്ങളുടെ ഫലം നിലനിന്നാൽ. ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണ്? എങ്ങനെയാണ് ഫലം കായ്ക്കുന്നതും കർത്താവിൽ വസിക്കുന്നതും തമ്മിലുള്ള കണക്ഷൻ? വായിച്ചാട്ട് 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അതേ അധ്യായത്തിൽ തന്നെയാണ്, 15-5. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. റൈറ്റ്. 16-ാം വാക്യത്തിൽ കണ്ടു, നിങ്ങൾ വളരെ ഫലം കായ്ച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അടുത്തൊരു വാക്യത്തിൽ നമ്മൾ കണ്ടു, നിങ്ങൾ എന്നിൽ വസിച്ചാൽ, ഞാൻ നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. സോ കർത്താവിൽ നമ്മൾ വസിച്ചാൽ, കർത്താവ് എന്നിൽ വസിച്ചാൽ ഞാൻ വളരെ ഫലം കായ്ക്കും. ഞാൻ വളരെ ഫലം കായ്ച്ചാൽ മാത്രമല്ല, എൻ്റെ ഫലം നിലനിന്നാൽ ഞാൻ എന്ത് ചോദിച്ചാലും കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അങ്ങനെ പ്രാർത്ഥനയുടെ മറുപടി ഉള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. എങ്കിലും ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്ത ആരെങ്കിലും, പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിക്കാത്ത ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ, ഇന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ 2 വാക്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ പ്രാർത്ഥനയുടെ മറുപടികൾ തടയുവാൻ കാര്യമെന്ത് എന്ന് ചിന്തിക്കാൻ പോകുക. അങ്ങനെ ആണെങ്കിൽ കർത്താവിൽ വസിക്കുകയും കർത്താവ് എന്നിൽ വസിക്കുകയും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ മെസ്സേജിൻ്റെ ഒടുവിലാകുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞത് ഞാൻ പറയട്ടെ. ചിലരുടെ വരണ്ട കരങ്ങൾ ഇന്ന് ശക്തീകരിക്കപ്പെടും. പഴയ നിയമത്തിൽ ഒരു രാജാവ് ഒരു പ്രവാചകന് വിരോധമായി കരം നീട്ടി. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കൈ അങ്ങ് ശോഷിച്ചു പോയി. അങ്ങനെ പഴയ നിയമത്തിൽ കരം വരണ്ട ചിലരുണ്ടെങ്കിൽ, പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറയുക, നിന്റെ വരണ്ട കരം ഒന്ന് നീട്ട്, ഇന്ന് മുതൽ അത് ശക്തീകരിക്കപ്പെടാൻ പോകുക. ഇന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിൻ്റെ മുൻപേ ഒടുവിലത്തെ 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കും. ചിലരുടെ വരണ്ടുപോയ കരങ്ങൾ നീണ്ടു വന്നിരിക്കും. എന്ന് പറഞ്ഞാൽ ചിലരുടെ ജീവിതത്തിൽ പ്രവർത്തന മേഖലകൾ അസ്തമിച്ചു പോയത്, പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തത്, ലാഭമുണ്ടാക്കുവാൻ കഴിയാത്തത്, അവരുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ കഴിയാതെ പാരലൈസ് ആയി പോയതുപോലെ അവരുടെ കരങ്ങൾ ശോഷിച്ചു പോയ ചിലതിനോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ഒരു അരുളപ്പാട് പറയട്ടെ. ചിലരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കാൻ പോകുകയാണ്. ഏത് ഫീൽഡിലാണെങ്കിലും, നഴ്സിംഗ് ആയിരിക്കും, എഞ്ചിനീയറിംഗ് ആയിരിക്കും, സയൻറ്റിഫിക് ആയിരിക്കും, ഏത് ഫീൽഡിലാണെങ്കിലും ചിലരുടെ കരങ്ങൾ ഇന്ന് പകൽക്കാലം ഒന്ന് ശക്തീകരിക്കപ്പെട്ടിരിക്കും. സോ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് പറയട്ടെ, കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കണം, നിങ്ങൾ എന്നിൽ വസിക്കുകയും. 2, ഞാൻ നിങ്ങളിൽ വസിക്കുകയും. 2 കണ്ടീഷൻസ് ഒരുമിച്ച് വന്നാൽ 3-ാമത്തെ കണ്ടീഷൻ തന്നെ വരും, നിങ്ങൾ വളരെ ഫലം കായ്ക്കും.
നിങ്ങൾ വളരെ ഫലം കായ്ക്കുകയും ആ ഫലം നിലനിൽക്കുകയും ചെയ്താൽ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ആ ലെവലിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരും, പിതാവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കർത്താവിൽ വസിക്കുവാൻ സാധിക്കും? കർത്താവ് നമ്മളിൽ എങ്ങനെ വസിക്കും? വായിക്കാം അടുത്തൊരു വാക്യം, യോഹന്നാന്റെ സുവിശേഷം തന്നെ 6-ാം അധ്യായം 56-ാം വാക്യം. സാധാരണ കർത്താവിൻ്റെ തിരുമേശയിൽ നിന്നും നമ്മൾ ആചരിക്കുമ്പോൾ ഈ വാക്യങ്ങൾ വായിക്കാറുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം വാക്യം. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കണമെങ്കിൽ, ഞാൻ നിങ്ങളിൽ വസിക്കണമെങ്കിൽ നിങ്ങളുടെ തീരുമാനത്തിന് ഒരു സ്ഥാനമുണ്ട്. ഇല്ലെന്നല്ല, ഇന്നു മുതൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും എന്നൊരു തീരുമാനം ഇല്ലാത്തവർക്ക് ഒരിക്കലും കർത്താവിൽ വസിക്കുവാൻ സാധിക്കുകയില്ല. യേശുവേ, ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ പൈതലായിരിക്കും, അങ്ങ് എൻ്റെ യജമാനനായിരിക്കണം, എൻ്റെ കർത്താവായിരിക്കണം, എൻ്റെ രാജാവായിരിക്കണം, എൻ്റെ ദൈവമായിരിക്കണം, നീ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ രണ്ടാമതൊരു നാമമില്ല എന്ന് പറയുവാൻ തീരുമാനിക്കുവാൻ, ഒരു ഉടമ്പടി ബന്ധത്തിൽ വരുവാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ പറയുകയാണ്, അവിടെ ആരംഭിക്കും. അങ്ങനെ കർത്താവിലേക്ക് കടക്കുവാൻ സാധിക്കുമെങ്കിലും നിങ്ങൾ കർത്താവിൽ കടന്നു കഴിയുമ്പോൾ, ആ ദൈവരാജ്യത്തിൽ കടന്നു കഴിയുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു കഴിയുമ്പോൾ, ഇതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാവരും ദൈവരാജ്യത്തിൽ കടന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ രാജ്യത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ, ദൈവമായിട്ടൊരു ബന്ധത്തിൽ വന്നു കഴിയുമ്പോൾ പറയുകയാണ്, അത് മാത്രം പോരാ, അവിടെ വസിച്ചേ മതിയാകും. യു മസ്റ്റ് dwell there. നിങ്ങൾ അവിടെ വസിക്കണം. അതാ പ്രശ്നം. എത്ര തീരുമാനിച്ചിട്ടും, എത്ര പ്രയത്നിച്ചിട്ടും, എത്ര തീരുമാനങ്ങൾ എടുത്തെന്നറിയാം, പിന്നെ വൈകിട്ടാകുമ്പോൾ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ യേശുവേ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയല്ലാതെ വസിക്കുവാൻ കഴിയുന്നില്ല. വസിക്കുവാൻ കഴിയാതെ തീരുമാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലങ്ങൾ ഒന്നും ലഭിക്കാതിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം വളരെ ശ്രദ്ധയോടെ കേട്ടോ. നിങ്ങൾ എന്നിൽ വസിക്കണമെങ്കിൽ, ഞാൻ നിങ്ങളിൽ വസിക്കണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ തിരുമേശ വളരെ ശ്രദ്ധയോടെ നമ്മൾ ഏറ്റെടുത്തിരിക്കണം. ഏതോ ഒരു ബ്രെഡാണ് എന്ന് പറഞ്ഞത് കഴിച്ചാൽ, ഏതോ ഗ്രേപ്പ് ജ്യൂസ് ആണ് എന്ന് പറഞ്ഞ് കുടിച്ചാൽ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എടുത്തില്ലെങ്കിൽ എന്ന് വിചാരിച്ച് കഴിച്ചാൽ പറയുന്നു അത് വെറും ബ്രെഡായി തന്നെ തുടരും. അതെ, ബ്രെഡായിട്ട് തന്നെ തുടരും. വസ്തുമാറ്റം സംഭവിക്കുന്നില്ല. നമ്മൾ അത് മൈക്രോസ്കോപ്പിന്റെ കീഴിൽ വെച്ച് നോക്കിയാൽ അതിൻ്റെ അകത്ത് സെൽസ് കാണുവാൻ സാധിക്കുകയില്ല. ആ വീഞ്ഞെടുത്ത് ലബോറട്ടറിയിൽ കൊടുത്താൽ A+, B+ എന്നൊന്നും ഒരു ബ്ലഡ് ഗ്രൂപ്പ് ലഭിക്കുകയില്ല. അത് വീഞ്ഞായി തുടരുന്നു, അപ്പമായി തുടരുന്നു. എങ്കിലും അത് കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് നമ്മൾക്ക് വലിയ അനുഗ്രഹം തരുവാൻ ശക്തിയുള്ളതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ കർത്താവിൻ്റെ തിരുമേശയിലേക്ക് കരം നീട്ടുമ്പോൾ, അഥവാ നമ്മൾ ശ്രദ്ധയോടെ നമ്മളെ തന്നെ ശോധന, ഇത് കുറച്ചും കൂടി കഴിയുമ്പോൾ അങ്ങോട്ട് വരും, ശോധന ചെയ്തെടുത്താൽ കർത്താവ് പറയുകയാണ്, ഈ അപ്പം നിന്റെ അകത്ത് ചെല്ലുമ്പോൾ, ഈ പാനപാത്രം നിന്റെ അകത്ത് ചെല്ലുമ്പോൾ നീ അറിയാത്തൊരു കാര്യം സംഭവിക്കുകയാണ്. നിന്റെ തീരുമാനത്താലും പ്രയത്നത്താലും നടക്കാത്ത ഒരു കാര്യം ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. നീ എന്നിൽ വസിക്കും, ഞാൻ നിന്നിൽ വസിച്ചിരിക്കും. ഇന്ന് കർത്താവിൻ്റെ തിരുമേശയില്ല, അടുത്ത ആഴ്ചയുണ്ട്. വളരെ ഒരുക്കത്തോടെ വരണം. ഉപവാസ പ്രാർത്ഥനയുണ്ട്, പറയാം. ആ ഉപവാസ പ്രാർത്ഥനയ്ക്കും കർത്താവിൻ്റെ തിരുമേശയ്ക്കും വളരെ ശ്രദ്ധയോടെ, വളരെ തീഷ്ണതയോടെ വില മുടക്കി വരുന്നവരുണ്ടോ? അടുത്തൊരു മാസം നിങ്ങൾ കർത്താവിൽ വസിക്കാനും കർത്താവ് നിങ്ങളിൽ വസിക്കുവാനുമുള്ള ദൈവപ്രവൃത്തി ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും. എത്ര പേര് ആമേൻ പറയും? സോ നിങ്ങൾ എൻ്റെ ശരീരവും എൻ്റെ മാംസം, എൻ്റെ രക്തം, മറ്റൊരു ഭാഷയിൽ കർത്താവിൻ്റെ തിരുമേശ അപ്പത്തിൽ നിന്നും പാനപാത്രത്തിൽ നിന്നും പങ്കെടുക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഗൗരവത്തോടെ, ചുമ്മാതെ ആരെങ്കിലും എടുത്തു കഴിച്ചാൽ അതിനകത്ത് ഒരു അർത്ഥവുമില്ല, എങ്കിലും വിശ്വാസത്തോടെ, ബൈ ഫെയ്ത്ത്, വിശ്വാസത്തോടെ, ബിലീവിങ്, വിശ്വാസത്തോടെ, ഹൃദയത്തിൽ അത് വിശ്വസിച്ച് ആത്മാവിൽ ആ വിശ്വാസം വന്നു കഴിയുമ്പോൾ, ആ അപ്പത്തിൽ നിന്നും പാനപാത്രത്തിൽ നിന്നും നമ്മൾ ഭാഗവാക്കുകളായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യേശു കർത്താവിൻ്റെ വാക്കുകൾ പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിൽ വസിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ കൂട്ടുകാർ വേണ്ടാത്ത കാര്യങ്ങൾ കാണുവാൻ പോകുമ്പോൾ, എൻ്റെ സ്നേഹിതർ വേണ്ടാത്ത വാക്കുകൾ പറയുമ്പോൾ, എനിക്കൊരിക്കലും എൻ്റെ പ്രയത്നത്താൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത കൊടുങ്കാറ്റ് എന്നതുപോലെ, വലിയ വെള്ളപ്പൊക്കം എന്നതുപോലെ എടുത്ത് ഞങ്ങളെ തെറിപ്പിച്ചു കളയുന്ന ശത്രുവിൻ്റെ പദ്ധതികളും ശക്തികളും വിരോധമായി ഉയരുമ്പോൾ കർത്താവ് പറയുക, നീ കർത്താവിൻ്റെ തിരുമേശയുടെ ശക്തി അറിയുന്നുണ്ടോ? അതൊന്ന് അതിൻ്റെ പൂർണ്ണ ഗൗരവത്തിലെടുത്താൽ നീ എന്നിൽ വസിക്കും, ഞാൻ നിന്നിലും വസിച്ചിരിക്കും. ഓൾറൈറ്റ്. സോ നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. എങ്കിലും യേശു കർത്താവ് തന്നെ അതിനേക്കാളും അല്പം കോംപ്ലിക്കേറ്റഡായി അടുത്തൊരു വാക്യം പറയുന്നത് കാണാം. വായിച്ചാട്ട് അതിൻ്റെ രണ്ടാം വാക്യം 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നിങ്ങൾ എന്നിൽ വസിക്കണം, ഞാൻ നിങ്ങളിൽ വസിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. നിങ്ങൾ നല്ല ഫലം കായ്ക്കുകയും നിങ്ങളുടെ ഫലം നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എല്ലാം മറുപടി ലഭിക്കും. ഇപ്പോൾ പറയുകയാണ്, 2-ാം വാക്യം വായിച്ചാട്ട്.
എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. ഓ ഓ ഓ ഓ അപ്പൊ ഈ 5-ാം വാക്യവുമായി ഏതോ ഒരു കോൺട്രഡിക്ഷൻ, ഏതോ പൊരുത്തപ്പെടാത്തൊരാശയം. 5-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ടും നിങ്ങൾ വളരെ ഫലം കായ്ച്ചിരിക്കും. ഇവിടെ പറയുക, എന്നിൽ വസിക്കുകയും ഫലം കായ്ക്കാതിരിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ മാറ്റിക്കളയും. അങ്ങനെയാണെങ്കിൽ ഞാൻ കർത്താവിൽ വസിച്ചാൽ, ആദ്യമേ പറഞ്ഞു കർത്താവിൽ വസിച്ചാൽ വളരെ ഫലം കായ്ക്കുമെന്ന്. ഇവിടെ പറയുന്നു എന്നിൽ വസിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യാത്ത സകല കൊമ്പിനെയും വെട്ടിമാറ്റുമെന്ന്. എങ്ങനെ ഈ ആശയങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടും? വളരെ സിമ്പിളാണ്. കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്നിൽ വസിക്കണം. നമ്മളിൽ പലരും കർത്താവിൽ വസിക്കുന്നവരാണ്. നമ്മൾ അടുത്തൂടെ പോകുന്നവർക്ക് കാണുമ്പോഴേ അറിയാം, മതിലിൻ്റെ അവിടെ തന്നെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാക്യം എഴുതി വെച്ചിരിക്കുന്നത്. അകത്തോട്ട് കയറി വന്നാൽ വീടിൽ വലിയ ബോർഡുണ്ട്, ക്രൈസ്റ്റ് ഇസ് ദ ഹെഡ് ഓഫ് ദിസ് ഹൗസ്, ദ സൈലന്റ് ലിസണർ ടു എവറി കോൺവെർസേഷൻ. ഭയങ്കരം ബോർഡൊക്കെയാണ്, ഭയങ്കരം വാക്യമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. കാണുമ്പോഴേ അറിയാം കർത്താവിലാണ് വസിക്കുന്നത്. ക്ലീൻ ഷേവാണ്, ആഭരണം ലവലേശമില്ല, വെള്ളവസ്ത്രമല്ലാതെ മറ്റൊന്നും ധരിക്കത്തില്ല. കാണുന്നവർ കാണുമ്പോഴേ മനസ്സിലാക്കും ഇവൻ കർത്താവിലാണ് വസിക്കുന്നത്. ഒരു ചെറിയ പ്രശ്നം മാത്രം, ഇവൻ്റെ അകത്ത് കർത്താവില്ല. കർത്താവ് പറയുക, ഞാനോ പുറത്തുനിന്ന് മുട്ടുകയാ, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് ഒന്നകത്ത് കയറുവാൻ വാതിലൊന്ന് തുറന്നാൽ ഞാൻ അകത്തു വരാം. നിങ്ങൾ എന്നിൽ വസിക്കുന്നു എന്ന പാരമ്പര്യങ്ങൾ നിമിത്തം, നിങ്ങളുടെ ജീവിത ശൈലി നിമിത്തം, നിങ്ങളുടെ പ്രയത്നങ്ങൾ നിമിത്തം, നിങ്ങളുടെ ഉപദേശങ്ങൾ നിമിത്തം, നിങ്ങളുടെ ജീവിത ശൈലി നിമിത്തം നിങ്ങൾ എന്നിൽ വസിക്കുന്നു എന്നുള്ള വാസ്തവമായിട്ടുള്ള അനുഭവം ശരിയായിരിക്കും. എങ്കിലും ഞാൻ നിങ്ങളിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഫലം കായ്ക്കുകയില്ല. നിങ്ങൾ എന്നിൽ വസിക്കണം, ഞാൻ നിങ്ങളിലും വസിക്കണം. മറ്റു ചിലരുണ്ട്, കർത്താവ് എന്നിൽ വസിക്കുന്നുണ്ട്, എന്നെ കണ്ടാൽ അന്തിക്രിസ്തുവിൻ്റെ കൂട്ടിരിക്കും. കർത്താവ് എന്നിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ എന്നെ കണ്ടാൽ ക്രിസ്തുവിൻ്റെ യാതൊരു ഭാവവുമില്ല, യാതൊരു ഛായയുമില്ല. നിങ്ങൾ എന്നിൽ വസിക്കണം, ഞാൻ നിങ്ങളിലും വസിച്ചാൽ, ഇത് രണ്ടും ഒരുമിച്ച് സംഭവിച്ചാൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ വളരെ ഫലം കായ്ക്കും. ഓൾറൈറ്റ്, സോ ആ 2-ാം വാക്യം വീണ്ടും തുടർന്ന് വായിച്ചാട്ട് പ്ലീസ്. കായ്ക്കുന്നതൊക്കെയും, 2-ാം വാക്യം പ്ലീസ്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പ്, കാര്യം നിങ്ങൾ എന്നിൽ വസിക്കുക, നോ ഡൗട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജീവിതശൈലി എല്ലാം കറക്റ്റാണ്, നിങ്ങൾ എന്നിൽ വസിക്കുന്നു. എങ്കിലും വായിച്ചാട്ട്, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. prunes and repeatedly prunes and cleanses. എന്നിൽ വസിക്കുകയും ഞാൻ അവരിൽ വസിക്കുകയും മാത്രമല്ല, വളരെ ഫലം കായ്ക്കേണ്ട സ്ഥാനത്ത് അല്പം ഫലം കായ്ക്കുന്നു. 1 മണിക്കൂർ പ്രാർത്ഥനയിലായിരിക്കേണ്ടടുത്ത് 20 മിനിറ്റേ സാധിക്കുന്നുള്ളൂ. വളരെ സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹം തണുത്തുപോയി. ആത്മാവിൻ്റെ ഫലത്തിലേക്ക് വരുമ്പോൾ അത് ചിന്തിക്കാം. വളരെ ഫലം കായ്ക്കേണ്ടടുത്ത് അല്പമേ ഫലം കായ്ക്കുന്നുള്ളൂ. കർത്താവ് പറഞ്ഞു, പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്യണം, ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെട്ടിത്തെളിയിക്കണം. കാര്യം എവിടെയോ കാട് കയറിപ്പോയി. അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ മേശയിലേക്ക് കരം നീട്ടുമ്പോൾ ഓരോരുത്തൻ അവനെ തന്നെ ശോധന ചെയ്യണം. എവിടെയെങ്കിലും കാട് കയറിപ്പോയോ? എൻ്റെ ചിന്തകൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ രീതികൾ, എൻ്റെ സ്വഭാവം, എവിടെയെങ്കിലും എൻ്റെ ഹൃദയം എവിടെയെങ്കിലും കാട് കയറിപ്പോയോ, കാട് പിടിച്ചു പോയോ? അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയും, നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. നിങ്ങൾ ശോധന ചെയ്യുമ്പോൾ നിങ്ങൾ കുറ്റമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ന്യായം വിധിക്കപ്പെടുകയില്ല. അല്ല, കർത്താവ് നിങ്ങളെ ന്യായം വിധിച്ചാൽ, നിങ്ങൾ നിങ്ങളെ തന്നെ വിധിച്ചാൽ കുറ്റം വിധിക്കപ്പെടുകയില്ല. സോ ഞങ്ങളെ തന്നെ ഒന്ന് എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്ത് കർത്താവിൻ്റെ കരം ഒന്ന് വെട്ടുന്നതിൻ്റെ മുൻപേ, കർത്താവെ ഞാൻ അങ്ങിൽ വസിക്കുന്നു, പക്ഷേ അങ്ങ് എന്നിൽ വസിക്കുവാൻ കഴിയാത്തതുപോലെ എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും കാട് കയറിപ്പോകുന്ന ചിന്തകൾ, കാട് കയറിപ്പോകുന്ന ജീവിത ശൈലികളുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും, അതിനേക്കാൾ അധികം ഇവിടെ കർത്താവിൻ്റെ തിരുമേശയുണ്ട്, അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അവിടെ വരുമ്പോഴെങ്കിലും ലെറ്റ് എ മാൻ എക്സാമിൻ ഹിംസെൽഫ്, അവനവനെ തന്നെ ശോധന ചെയ്ത് കാട് കയറുന്നിടമുണ്ടെങ്കിൽ ഒന്ന് വെട്ടിത്തെളിയിച്ച് അധികം ഫലം കായ്ക്കുവാൻ നമ്മൾ അതിനുവേണ്ടി നമ്മളെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ വായിക്കുന്നു, റിച്ചർ ആൻഡ് മോർ എക്സലന്റ് ഫ്രൂട്ട്സ്. അധികം ഫലം കായ്ക്കുവാൻ, അധികം ഭംഗിയേറിയത്, അധികം മധുരമുള്ളത്, അധികം എണ്ണത്തിൽ പെരുകിയതായ അധികം ഫലം കായ്ക്കുവാൻ
ഞാൻ ചിലതിനെ വെട്ടിത്തെളിയിക്കും. കർത്താവിൽ വസിക്കണം, കർത്താവ് എന്നിൽ വസിക്കണം. കർത്താവിൻ്റെ തിരുമേശ അതിനൊരു വലിയ ആയുധമാണ്, അതിനുവേണ്ടി ഒരു വലിയ മുഖാന്തരമാണ്. കർത്താവിൻ്റെ തിരുമേശയിൽ നിന്നും പങ്കെടുക്കുമ്പോൾ കർത്താവിൽ വസിക്കുവാനും കർത്താവ് എന്നിൽ വസിക്കുവാനും, കർത്താവിൻ്റെ തിരുമേശയിലേക്ക് കരം നീട്ടുമ്പോൾ എവിടെയെങ്കിലും എൻ്റെ ജീവിതത്തെ, എൻ്റെ ക്രമീകരിക്കേണ്ട മണ്ഡലത്തെ ക്രമീകരിക്കണമെങ്കിൽ ക്രമീകരിച്ച് അവരുടെ ജീവിതം സൂക്ഷിച്ചാൽ കർത്താവ് പറയുക, നിങ്ങൾ എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിൽ വസിക്കും, നിങ്ങൾ വളരെ ഫലം കായ്ക്കും, നിങ്ങളുടെ ഫലം നിലനിൽക്കും, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. ഓൾ റൈറ്റ്, അല്പം കൂടെ മുൻപോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വാക്യം വായിച്ചായിരുന്നു, വീണ്ടും വായിക്കാം. യെരമ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. യെരമ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായം 19-ാം വാക്യം. ഈ ഫലം കായ്ക്കുക, ഫലം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആദ്യത്തെ വാക്യം, ഭൂമിയെ കേൾക്ക, ഈ ജനം എൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ എൻ്റെ ന്യായപ്രമാണത്തെ നിരസിച്ചു കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായി അനർത്ഥം അവരുടെ മേൽ വരുത്തും. വിചാരങ്ങളുടെ ഫലം, നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ ചിന്തകൾക്ക് ഫലമുണ്ട്. പലരുടെയും വിചാരം, ചിന്തകൾ വെറും ഇലക്ട്രിക് ഇമ്പൾസസ്, വെറും ചിന്തകൾ, വെറും ഏതോ വേവ്സ്, ഏതാണ്ടൊന്ന് ഇതിനകത്ത് കാര്യമൊന്നുമില്ല. ചിന്തകൾ അളക്കുവാൻ സാധിക്കുകയില്ല. ചിന്തകൾക്ക് യാതൊരു മെറ്റീരിയലുമില്ല, ഇതിനകത്ത് യാതൊരു വസ്തുതയുമില്ല. ഇത് വെറുതെ കുറെ ചിന്തകൾ മാത്രം എന്ന് വിചാരിച്ചാൽ കർത്താവിൻ്റെ വചനം പറയുന്ന അല്ല, അതിനേക്കാൾ ഉപരിയുണ്ട്. നിങ്ങളുടെ ചിന്തകൾ ഫലം കായ്ക്കും. ഡോക്ടർ കാരലിൻ ലീഫ് എന്ന് പേരുള്ള ഒരു റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം, ഞാനിവിടെ ഓൾറെഡി ഒരിക്കൽ കാണിച്ചതാണ്, ഡോക്ടർ കാരലിൻ ലീഫ്. ആ വ്യക്തി തൻ്റെ റിസർച്ചിൽ കാണിച്ച 1-2-3 സ്ലൈഡ്സ് കാണിക്കാൻ ആഗ്രഹിക്കുക. ബ്രെയിനിൻ്റെ അകത്ത്, നമ്മുടെ ബ്രെയിൻ സെൽസിൻ്റെ അകത്തുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സെൽസിൻ്റെ അകത്തുള്ള ചില കാര്യങ്ങൾ, അതിൻ്റെ അകത്തുള്ള ഡെൻഡ്രൈറ്റ്സ്, ബ്രെയിനിൻ്റെ അകത്തുള്ള നമ്മുടെ സിസ്റ്റം ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ ചിന്തകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിലും മാത്രമല്ല സയൻറ്റിഫിക് ആയിട്ടുള്ള ഡിസ്കവറീസിൻ്റെ വെളിച്ചത്തിലും പറയട്ടെ, ബ്രെയിൻ സെൽസിൻ്റെ അകത്ത് ഓരോ ചിന്തകളും, അത് ഡോക്ടർ കാരലിൻ ലീഫിൻ്റെ ഭാഷയിൽ ടോക്സിക് ആയിട്ടുള്ളത്, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അത് വല്ലാത്ത വൃക്ഷങ്ങൾ എന്നതുപോലെ ഡെൻഡ്രൈറ്റ്സ് വളരുവാനിടയായി തീരും. നല്ല ചിന്തകൾ ചിന്തിച്ചാൽ നമ്മുടെ ബ്രെയിൻ സെൽസിനെ വരെ ബാധിക്കുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നത് പോലെ അതിൻ്റെ അകത്തൊരു സാധ്യതയും ഒരു ശക്തിയുമുണ്ട്. സോ അൺഹോളി തോട്ട്സ്, അശുദ്ധമായ ചിന്തകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ആരും കാണുന്നില്ലല്ലോ, ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്, ആരും വഞ്ചിക്കപ്പെടരുത്. ആരും വഞ്ചിക്കപ്പെടരുത്. ദൈവത്തെ ആർക്കും വഞ്ചിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തെ ആർക്കും പരിഹസിക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്തിരിക്കും. ഇന്ന് പകൽക്കാലം ആരെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അൺഹോളി തോട്ട്സ്, അശുദ്ധമായ ചിന്തകൾ മനസ്സിൽ രഹസ്യമായി സൂക്ഷിച്ചാൽ ദൈവത്തെ ആർക്കും വഞ്ചിക്കുവാൻ സാധിക്കില്ല, ദൈവത്തെ ആർക്കും പരിഹസിക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ തന്നെ വഞ്ചിക്കപ്പെടും. എന്ത് സംഭവിക്കും? നമ്മളുടെ മനസ്സിൻ്റെ അകത്ത് ഏതോ ചിന്തകളായി, ആർക്കും അറിയാത്തതും നിലനിൽക്കാത്തതുമായി മാറിപ്പോകുന്ന ചിന്തകളല്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, മനസ്സിലെ ഓരോ ചിന്തകളും ഒരു ദിവസം വെളിപ്പെട്ടു വന്നിരിക്കും. ഓരോ ചിന്തകളും പിശാച് കൊണ്ടിടുന്ന ചിന്തകളെ പിശാചിന് ചിന്തകൾ കൊണ്ടിടുവാൻ സാധിക്കും. ആ ചിന്തകളെ എന്റർടൈൻ ചെയ്യാതെ, അതിന് സ്ഥാനം കൊടുക്കാതെ, പിശാചിനും അവൻ്റെ ചിന്തകൾക്കും സ്ഥാനം കൊടുക്കാതെ അതിനെ മാറ്റിക്കളയുവാൻ സാധിക്കുമെങ്കിൽ ഒരു ദിവസം ന്യായവിധിയുടെ മുൻപിൽ നമ്മൾ ലജ്ജിക്കാത്തവരായി നിൽക്കുവാൻ സാധിക്കും. പകരം അശുദ്ധ ചിന്തകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രെയിൻ സെൽസിൻ്റെ അകത്ത് വൃക്ഷങ്ങൾ പോലെ വളരുന്ന ഒരു പ്രസ്തുത, ഒരു യാഥാർത്ഥ്യം മെഡിക്കൽ സയൻസ് തെളിയിക്കുന്നു. നെഗറ്റീവ് തോട്ട്സ്, മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കയ്പുള്ള വിചാരങ്ങൾ, ചിന്തകൾ, മറ്റൊരു വ്യക്തിയോട് ക്ഷമിക്കുവാൻ കഴിയാത്തതുണ്ടെങ്കിൽ ബ്രെയിൻ സെൽസിൻ്റെ അകത്ത് ശരീരത്തെ ബാധിക്കുന്നത് പോലെ, ആത്മമണ്ഡലത്തെ ബാധിക്കുന്നത് പോലെ നമ്മളുടെ ശരീരത്തെ സ്വാധീനിക്കുവാൻ, ബാധിക്കുവാൻ ചിന്തകൾക്ക് ശക്തിയുണ്ട്. അല്ല, ദൈവവചനത്തിന്റെ പ്രമാണത്തിലേക്ക് വരട്ടെ. ദൈവവചനത്തിൽ പറയുന്നു, ആരെങ്കിലും അവരുടെ ചിന്തകൾ സൂക്ഷിക്കുവാൻ കഴിയാത്തവരായി പോകുന്നെങ്കിൽ ചിന്തകളുടെ ഫലം അനുഭവിച്ചിരിക്കും. കർത്താവ് പറയുന്നു, നിങ്ങൾ വളരെ ഫലം കായ്ക്കണം. എങ്ങനെ ഫലം കായ്ക്കണം? ക്രിസ്തയേശുവിന്റെ മനസ്സ് നമ്മൾ ധരിച്ച്, ക്രിസ്തയേശുവിന്റെ മനോഭാവങ്ങൾ നമ്മൾ ധരിച്ച്, നമ്മൾ അത് ധരിച്ചാൽ മതി, തന്നെ ഫലം കായ്ച്ചിരിക്കും. പകരം ശത്രുവിൻ്റെ ചിന്തകൾ, പിശാചിൻ്റെ കയ്പ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെയും നമ്മളുടെ ജീവിത അനുഭവങ്ങളെയും ബാധിക്കുന്ന ഫലമായി അത് പുറത്തു വന്നിരിക്കും. ചിന്തകളെ സൂക്ഷിക്കുവാൻ സാധിക്കുമോ? മനോഭാവങ്ങളെ സൂക്ഷിക്കുവാൻ സാധിക്കുമോ? നമ്മൾ പലപ്പോഴും നമ്മളുടെ മനോഭാവങ്ങളെ സൂക്ഷിക്കാത്തവര്. കർത്താവിൻ്റെ സന്നിധിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ളത്, ദൈവത്തെ ആരാധിക്കണം, സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ പ്രമാണം എത്ര പേർ അംഗീകരിക്കുന്നു? നമ്മൾ സന്തോഷത്തോടെ, നമ്മുടെ ഹൃദയത്തിൻ്റെ സന്തോഷത്തോടെ നമ്മൾ കർത്താവിനെ ആരാധിക്കണം. പലപ്പോഴും നമ്മുടെ മനോഭാവങ്ങൾ നമ്മളത് സമ്മതിക്കാറില്ല. മറ്റുള്ള ഒരു വ്യക്തി അവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് ആരാധിക്കാൻ പറ്റത്തില്ല.
ആ വ്യക്തി എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, അതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് സന്തോഷിച്ച് ആരാധിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ആർക്കും വിഷമം വരത്തില്ലെന്ന് വിചാരിക്കുന്നു. ഈ വിഷയത്തിൽ പിശാചിനെ നോക്കി നമ്മൾ പഠിക്കണം. ദൈവപുത്രന്മാർ ഒരുമിച്ച് വന്നിടത്ത് ഇതാ സാത്താനും കയറി വന്നേക്കുന്നു. മറ്റു ചിലരുണ്ടെങ്കിൽ ആരാധന ഉയരാത്ത പലരും ശ്രദ്ധിക്കണം. ദൈവസന്നിധിയിൽ കടക്കുവാൻ കഴിയാതെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കണം, മറ്റൊരു വ്യക്തി നമ്മുടെ ആരാധനയെ തടയരുത്. സാത്താൻ ദൈവസന്നിധി ചെല്ലുമ്പോൾ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അവിടെയുള്ള ആൾക്കാരുടെ സംസാരം എങ്ങനെയായിരിക്കും, ദൂതന്മാരുടെ സംസാരം എങ്ങനെയായിരിക്കും? ദൂതന്മാരെല്ലാം പറയും, ഇവിടെ ഇവനാ പൊളിച്ചോണ്ട് പോയത്. എല്ലാവരും കൂട്ടം കൂടി നിന്ന്, ഗബ്രിയേലും മീഖാലും എല്ലാം കൂടി ഒരു സൈഡിൽ കൂട്ടം കൂടി നിന്ന് സാത്താനെ നോക്കിയിട്ട്, ഇവനാ നമ്മളിൽ 1/3 പൊക്കിക്കൊണ്ട് പോയത്, ഇവനാ വഞ്ചിച്ചവൻ, ഇവനാ അടിയിട്ട് നിലത്ത് വീണവനാ, കർത്താവ് ഇവൻ്റെ തല തകർത്തവനാ, ഇവനെ പരിഹസിക്കാൻ പകൽ ഇന്നാലും അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി നമ്മളെക്കുറിച്ച് അപവാദം പറയും. തിങ്ക് അബൌട്ട് ഇറ്റ്. ദൂതന്മാർ അവിടെ ചെല്ലുമ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കത്തില്ല. ബിലീവ് മീ. അവിടെ ചെല്ലുമ്പോൾ ഊരിപ്പിടിച്ച വാളുള്ള ദൂതന്മാരുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വലിയ ശക്തന്മാരായ യുദ്ധവീരന്മാരായ ദൂതന്മാരുണ്ട്. എങ്കിലും അവരാരും ചിക്കൻ ബിരിയാണി കൊടുത്ത് സാത്താനെ സ്വീകരിക്കത്തില്ല. അഥവാ കൊടുത്താലും ഷുഗർ ഇല്ലാത്ത കട്ടൻ ചായ കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഇവനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ ഇവൻ വലിഞ്ഞു കയറി ദൈവസന്നിധിയിൽ ചെല്ലുമെങ്കിൽ നമ്മുടെ മനോഭാവങ്ങളൊന്ന് മാറണം. കർത്താവേ, മറ്റൊരു വ്യക്തി എൻ്റെ ആരാധനയെ തടയുകയില്ല, മറ്റൊരു വ്യക്തി എൻ്റെ ഒരു രീതിയിലും ദൈവമായിട്ടുള്ള ബന്ധത്തെ തടയുകയില്ല. ഞാൻ ദൈവമായിട്ട് അടുത്ത ബന്ധത്തിൽ വന്നിരിക്കും. മനോഭാവങ്ങൾ മാറട്ടെ, ചിന്താഗതികൾ മാറട്ടെ. കാര്യം, ചിന്തകളുടെ ഫലം ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കും. ദ ഫ്രൂട്ട് ഓഫ് ദ തോട്ട്സ്, നമ്മളുടെ ചിന്തകളുടെ ഫലം നമ്മളുടെ കയ്യിൽ വന്നിരിക്കും. നമ്മളുടെ ഭവനത്തെക്കുറിച്ച് നമ്മളുടെ ചിന്തയാണ് ദോഷവും നാശവും. ഒരിക്കലും പ്രത്യാശയില്ലാത്ത ചിന്തയാണെങ്കിൽ ഒരുപക്ഷേ അത് സാധിക്കാതിരിക്കുവാൻ ഇന്ന് പകൽക്കാലം നമ്മളുടെ ചിന്തകൾ മാറ്റുവാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ചൊരു നല്ല പദ്ധതി കരുതിയിട്ടുണ്ട്, ശുഭമായ ഒരു നല്ല തുറമുഖം ഞാൻ നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന ഒരു വ്യക്തിയുണ്ടോ, നിന്റെ ജീവിതത്തിൽ അനർത്ഥം സംഭവിക്കുകയില്ല, നിന്റെ ജീവിതത്തിൽ പിശാച് ജയിക്കുകയില്ല. ഏത് കൂരിരുൾ താഴ്വരയിൽ കൂടെ നീ പോയാലും, ഏത് രോഗത്തിൽ കൂടെ നീ പോയാലും, അതിന്റെ നടുവിൽ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ കരം എന്നെ വഴി നടത്തും. എന്റെ വലം കരം പിടിക്കുവാൻ ദൈവത്തിന്റെ കരമുണ്ട്. എന്റെ മുൻപിൽ ഒരു വാതിൽ അടഞ്ഞിരിക്കാതെ, എന്റെ മുൻപിൽ ഒരു രീതിയിലും ഒരു ശത്രുവും പ്രബലമാകാതെ, ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്നവൻ എന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുവാൻ കഴിയുന്ന ദൈവ പൈതലേ, ഞാൻ പറയട്ടെ, നിന്നെ കുറിച്ച് നല്ല ശുഭഭാവി എന്റെ ദൈവം കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് വിചാരങ്ങൾ അവന്റെ വചനത്തിനനുസരിച്ച് മാറ്റുവാൻ ഇന്ന് പകൽക്കാലം ചിലർ മാറിയെങ്കിൽ നന്നായിരുന്നു. വേണ്ടാത്ത സ്വപ്നങ്ങൾ, വേണ്ടാത്ത ചിന്തകൾ, വേണ്ടാത്ത നിരൂപണങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി, ഇതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ. സ്വപ്നം വന്നോ, ഞാൻ സ്വപ്നത്തെക്കുറിച്ച് പറയുവാൻ കാര്യമുണ്ട്. കാര്യം, പിശാച് ചില ചിന്തകൾ സ്വപ്നങ്ങളിൽ കൂടെ വ്യക്തികൾക്കകത്തിടും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വ്യക്തമായ ഒരു ആലോചന സ്വപ്നത്തിൽ കൂടെ പ്രാപിക്കുവാനിടയായി തീർന്നു. പിശാച് അവന്റെ വിത്തുകൾ, അവന്റെ ചിന്തകൾ സ്വപ്നത്തിൽ കൂടെ ചില വ്യക്തികൾക്കകത്തേക്ക് ഇടുവാൻ വരുമ്പോൾ പറ, ആ സ്വപ്നവും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. രാത്രിയിൽ കണ്ട ആ സ്വപ്നമേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ സ്വപ്നത്തിനനുസരിച്ച് എൻ്റെ മനസ്സിനെ വിട്ടുകൊടുക്കുകയില്ല. വാക്കുകൾ വരുമ്പോൾ പറ, ചിന്തകൾ വരുമ്പോൾ പറ, നോ, അത് എൻ്റെ ചിന്തയല്ല, അത് പിശാച് എൻ്റെ മനസ്സിൽ കൊണ്ടിട്ട ചിന്തയാണെങ്കിൽ എൻ്റെ ചിന്തകളുടെ ഫലം പിശാചിന്റെ വിത്തിനനുസരിച്ച് വരാതിരിക്കുവാൻ ദൈവവചനമാകുന്ന ജീവനുള്ള വിത്ത് മാത്രമേ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ ഞാൻ ധ്യാനിക്കുകയുള്ളൂ. വിചാരങ്ങളുടെ ഫലം ദൈവം കരങ്ങളിൽ തന്നിരിക്കും. ആർക്കെങ്കിലും വചനത്തിൽ ധ്യാനിക്കുവാൻ സാധിക്കുമോ? രാപകൽ ഈ വചനങ്ങളിൽ ധ്യാനിക്കുന്നവരുണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങളുടെ കരങ്ങളിൽ ദൈവം അതിൻ്റെ ഫലം തന്നിരിക്കും. അതല്ല ലോകത്തിൻ്റെ കാര്യങ്ങൾ, ലോകത്തിൻ്റെ ന്യൂസ്, ലോകത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രീസ്, ലോകത്തിൻ്റെ പിക്ചറുകൾ, ലോകത്തിൻ്റെ കഥകൾ, ലോകത്തിൻ്റെ നോവലുകൾ വായിച്ച് അതിൻ്റെ അകത്ത് മാത്രം ചിന്തകൾ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ടോ? അതിൻ്റെ ഫലം മാത്രമേ നമ്മൾ പ്രാപിക്കുകയുള്ളൂ. പകരം ദൈവവചനത്തിലേക്ക് നമ്മുടെ ധ്യാനം, നമ്മുടെ ചിന്തകൾ മാറ്റിയാൽ, ദൈവവചനം ധ്യാനിക്കുവാൻ ആരംഭിച്ചാൽ, നെഗറ്റീവായിട്ടുള്ളത് മാറ്റി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുവാൻ ചിന്തകൾ അങ്ങോട്ട് മാറ്റിയാൽ, പറയട്ടെ, ഒന്നും ചെയ്യേണ്ട, കഴിവില്ല എന്ന് ലോകം മുദ്രകുത്തി തള്ളി മാറ്റിയാലും ഒരു സാധ്യതയുമില്ല, എല്ലാ വാതിലുകളും അടച്ചു എന്ന് മറ്റുള്ളവർ നോക്കി പരിഹസിച്ചാലും, ചിന്തകളുടെ ഫലം നിന്റെ കയ്യിൽ വന്നിരിക്കും. അത് കഴിവിന്റെ ഫലമല്ല, ചിന്തകളുടെ ഫലമാണ്. നിന്റെ പ്രവൃത്തികളുടെ ഫലമുണ്ട് എങ്കിലും അതിനേക്കാൾ ഉപരി ദൈവവചനം നിന്റെ മനസ്സിന്റെ അകത്ത് ചിന്തകളായി ധ്യാനിക്കുവാൻ, to meditate. ഇന്ന് ചിലർ തീരുമാനമെടുക്കണം, കർത്താവ് എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റ് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിച്ചിരിക്കും.
You know what happens? ഒരു കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഒരു കൃഷി ചെയ്യുവാൻ എല്ലാ ദിവസവും അരമണിക്കൂർ ഒരു കൃഷി ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ചില നാളുകൾ കഴിയുമ്പോൾ ആ കൃഷിയുടെ ഫലം ലഭിക്കുന്നത് പോലെ ദൈവവചനം ധ്യാനിക്കുവാൻ അരമണിക്കൂർ അതിലേക്ക് വചനത്തിന്റെ വിത്തുകൾ മനസ്സിന്റെ അകത്തേക്ക് ഒന്ന് പാകുവാൻ ആരെങ്കിലും തയ്യാറായെങ്കിൽ take 30 minutes, 30 മിനിറ്റ് എടുത്ത് ആ വചനം ഒന്ന് ധ്യാനിക്കുവാൻ, കണ്ണുകൾ അടച്ച് മൊബൈൽ ഫോൺ ഒന്ന് ഓഫ് ചെയ്ത് ദൈവത്തിന്റെ വചനം ഒന്ന് ധ്യാനിക്കുവാൻ, ഓ യെസ് ആ വാക്യം ഒന്ന് ധ്യാനിക്കുവാൻ മനസ്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ ചില നാളുകൾ കഴിയുമ്പോൾ നിന്റെ കഴിവിൻ്റെയും പ്രവൃത്തികളുടെയും എല്ലാത്തിൻ്റെയും അപ്പുറം ചില ഫലം കയ്യിൽ വന്നിരിക്കും. ദൈവത്തിന്റെ വചനമാണ്, സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി ആമേൻ പറഞ്ഞാലും. ഗുഡ്. ചിന്തകളുടെ ഫലം, ധ്യാനത്തിന്റെ ഫലം, ഇറ്റ് വിൽ കം. വികാരങ്ങളുടെ ഫലം, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചിന്തിച്ചു, അങ്ങോട്ട് അധികം പോകുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമ്മളുടെ വികാരങ്ങൾ, നമ്മളുടെ ഭാവങ്ങൾ, മനോഭാവങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരു ഷോർട്ട് പാസേജ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുക, നിർത്തി വായിക്കാം. അതിൻ്റെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും എൻ്റെ മുൻപിൽ സമയമില്ലാത്തത് കൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ദയവായി ശ്രദ്ധിച്ച് കേട്ടാൽ മതി. വായിക്കുന്നത് കേട്ടാൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യണം എൻ്റെ അകത്ത് ഭയങ്കര താല്പര്യമുണ്ടെങ്കിലും സാധിക്കുന്നില്ല. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഒരു ആമേൻ പറഞ്ഞേക്കണം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. വായിച്ചാട്ട്. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതിന് 2 ആമേൻ പറയണം. താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ട്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. യെസ്, ഇന്ന് പകൽക്കാലം ചിലർ ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തിന്റെ കീഴിൽ ഒന്ന് താണിരുന്നാൽ തക്ക സമയത്ത് നിന്നെ അവൻ ഉയർത്തുന്ന ഒരു ദൈവമാ. മനോഭാവങ്ങളുടെ ഫലം കയ്യിൽ വന്നിരിക്കും. വായിച്ചാട്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഇന്ന് ചിന്താകുലമുള്ളവരുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, അവരുടെ ചിന്താകുലത്തിന്റെ തക്ക ഫലം കയ്യിൽ വരാതിരിക്കുവാൻ ചിന്താകുലം എല്ലാം മാറ്റി വെച്ചിട്ട് ഇന്ന് പറ, യേശുവേ എൻ്റെ ചിന്താകുലങ്ങൾ മുഴുവൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എന്ത് സംഭവിച്ചാലും സംഭവിക്കട്ടെ, സോ വാട്ട്, വരുന്നിടത്ത് വെച്ച് കാണാം. കൂടിപ്പോയാൽ ചത്തുപോയാൽ ആൾക്കാർ കുടിച്ചിട്ടുള്ളൂ, നത്തിങ് ടു വറി. അതിനേക്കാൾ കൂടുതലൊന്നും സംഭവിക്കത്തില്ല. ഞാൻ എൻ്റെ മനസ്സ് ചിന്താകുലങ്ങളാൽ ഒരിക്കലും അതിനെ എൻഗേജ് ചെയ്യുകയില്ല. എൻ്റെ ചിന്താകുലങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ചിന്താകുലങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അവന്റെ വചനത്തെ ധ്യാനിക്കുവാൻ ആരംഭിക്കുക. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, നിന്റെ ഫലം കയ്യിൽ വന്നിരിക്കും. വായിച്ചാട്ടെ, തുറന്ന് വായിച്ചാട്ടെ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. ആരാധനയ്ക്ക് വരുമ്പോഴും പ്രത്യേകിച്ച് ഉണർന്നിരിപ്പിൻ. വായിച്ചാട്ടെ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. ആമേൻ പറയാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ, നമ്മളുടെ വികാരങ്ങൾ, ആദ്യം വിചാരത്തെക്കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ വികാരങ്ങളെക്കുറിച്ച് പറയുക. വികാരങ്ങൾ ദൈവസന്നിധിയിൽ സൂക്ഷിച്ചാൽ അതിൻ്റെ അകത്ത് ഉയർത്തുന്ന ഒരു ഫലം കയ്യിൽ വന്നിരിക്കും. അതിൻ്റെ അകത്ത് ശത്രുവിനെ തകർക്കുന്ന ഒരു ഫലം കയ്യിൽ വന്നിരിക്കും. ശത്രുവിനെ തകർക്കുവാൻ, ജയം ലഭിക്കുവാൻ നമ്മളുടെ വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോപം, നമ്മളുടെ എല്ലാ വികാരങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നെങ്കിൽ അതിൻ്റെ ഫലം കയ്യിൽ വന്നിരിക്കും. അടുത്തത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുകൊണ്ട് പറയുന്നില്ല, ദ ഫ്രൂട്ട് ഓഫ് ദ ലിപ്സ്, അധര ഫലം. നമ്മൾ സംസാരിക്കുന്ന വാക്കുകളുടെ ഫലം നമ്മുടെ കയ്യിൽ വന്നിരിക്കും. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാമോ? മറ്റുള്ളവരെ കേൾപ്പിക്കുവാനല്ല. ചില വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ മറ്റുള്ളവർ വിചാരിക്കും നമ്മൾ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയുകയാണ്. മറ്റുള്ളവർ കേൾക്കുവാനല്ല, മറ്റുള്ളവരെ കേൾപ്പിക്കുവാനല്ല. വിശ്വാസത്തിന്റെ വാക്കുകൾ അത് നിലത്തു വീഴാതെ ദൈവത്തിന്റെ ദൂതന്മാർ അതിന്റെ ഫലം തരത്തക്കതുപോലെ നിന്റെ അധരത്തിന്റെ ഫലം, നിന്റെ അധരത്തിന്റെ ഫലത്തെ സൃഷ്ടിക്കുന്നവന്റെ കരങ്ങളിലാണ് നമ്മൾ വസിക്കുന്നതെന്നുള്ള ധൈര്യത്തോടെ വിശ്വാസത്തിന്റെ വാക്കുകൾ ഒന്ന് റിലീസ് ചെയ്യണം.
എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, എൻ്റെ മാതാപിതാക്കൾ കാവലായിരിക്കും, എൻ്റെ ഭവനത്തിൻ്റെ അകത്തൊരു കള്ളൻ വരികയില്ല, യേശുവിൻ്റെ നാമത്തിൽ ഒരു രോഗം എൻ്റെ ശരീരത്തിൽ വരാത്തതുപോലെ എൻ്റെ ശരീരത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധരത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചിരിക്കും. ചിന്തകളുടെ ഫലം അനുഭവിക്കുന്നതിനേക്കാൾ ശക്തമായി അധരത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചിരിക്കും. എത്ര പേർ ഈ ദിവസങ്ങളിൽ അവരുടെ വാക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുവാൻ തയ്യാറാണ്? പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ വാക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുവാൻ തയ്യാറായെങ്കിൽ എൻ്റെ ശരീരം അനുഗ്രഹിക്കപ്പെട്ടത്, എൻ്റെ ശരീരം അത് ആരോഗ്യമുള്ളത്, എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടത്, എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവഭയമുള്ളവർ വാക്കുകൾ പറയുമ്പോൾ എന്ന് ഞാൻ പറയട്ടെ, എൻ്റെ സഭ അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ വാക്കുകളുടെ ഫലം നമ്മൾ അനുഭവിച്ചിരിക്കും. അവിടെ നിൽക്കുന്നില്ല. അടുത്തത് ദ ഫ്രൂട്ട് ഓഫ് ദ ലേബർ, വളരെ ഫലം കായ്ക്കുവാനും ഫലം നിലനിൽക്കുവാനും. എനിക്കൊന്ന് അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ മാനസാന്തരത്തിന്റെ ഫലവും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കുവാൻ പോകുകയാണ്. ദ ഫ്രൂട്ട് ഓഫ് ദ ലേബർ, അധ്വാനത്തിന്റെ ഫലം. ചിന്തകൾക്ക് ഫലമുണ്ട്, വികാരങ്ങൾ, ഹൃദയത്തിൽ വരുന്ന വികാരങ്ങൾക്ക് ഫലമുണ്ട്, വാക്കുകൾ, അധരത്തിൽ നിന്ന് വരുന്ന സ്തോത്രയാഗം മുതൽ അധരത്തിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൾക്ക് അതിന്റെ ഫലമുണ്ട്. നിങ്ങളുടെ ഫലം വളരെ വർദ്ധിക്കണമെന്നും ഫലം നിലനിൽക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ദ ഫ്രൂട്ട് ഓഫ് ദ ലേബർ, അധ്വാനത്തിന്റെ ഫലം. അല്പം നെഗറ്റീവായിട്ട് ഒരു വാക്യം വായിക്കാൻ പോകുകയാണ്. 78 സങ്കീർത്തനം 46 വാക്യം. അധ്വാനത്തിന്റെ ഫലം. ഒത്തിരി അധ്വാനിച്ചു, ഫലം വന്നു, എന്നിട്ടും എന്ത് സംഭവിച്ചു? 78 സങ്കീർത്തനം 46 വാക്യം. വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ. 78 സങ്കീർത്തനത്തിൽ 46 വാക്യമാണോ? അവരുടെ വിള അവൻ തുള്ളനും അവരുടെ പ്രയത്നം വെട്ടുക്കിളിക്കും കൊടുത്തു. പ്രയത്നം എന്നുള്ളത് ദ ഫ്രൂട്ട് ഓഫ് ദ ലേബർ, അവരുടെ പ്രയത്നത്തിന്റെ അധ്വാനത്തിന്റെ ഫലം അവൻ വെട്ടിക്കിളിക്ക് കൊടുത്തു. Are you listening to me? ശ്രദ്ധിച്ചു കേൾക്കൂ. ഒത്തിരി പഠിച്ചു, ഒത്തിരി സമയം ചെലവിട്ടു, ഒത്തിരി ഓടി, അതിന്റെ ഫലം വെട്ടിക്കിളിക്ക് പോയെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫലം കണ്ടു അനുഭവിക്കുവാൻ സാധിച്ചില്ല. വെട്ടിക്കിളിയും തുള്ളനും നശിപ്പിച്ചു കളഞ്ഞു. ദൈവജനത്തിനുള്ള അനുഗ്രഹങ്ങൾ, ദൈവജനത്തിന്റെ കരത്തിന്റെ അധ്വാനത്തിന്റെ ഫലം വെട്ടിക്കിളിയും തുള്ളനും നശിപ്പിക്കാതിരിക്കുവാൻ ദൈവത്തിന്റെ വചനം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ദശാംശങ്ങൾ കൃത്യമായി ആലയത്തിൽ കൊണ്ടുകൊടുത്താൽ, ആലയത്തിന്റെ ആലയത്തിൽ ആഹാരമുണ്ടാകുവാൻ ഭണ്ഡാരത്തിൽ ദശാംശങ്ങൾ കൊണ്ടുകൊടുത്താൽ വെട്ടിക്കിളിയെയും തുള്ളനെയും ഞാൻ നശിപ്പിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. പലപ്പോഴും അധ്വാനത്തിന്റെ ഫലം, പലപ്പോഴും ഒത്തിരി അധ്വാനിച്ചു, ഒടുവിൽ കടം, ഒത്തിരി അധ്വാനിച്ചു, ഓട്ടയുടെ സഞ്ചിയിലേക്ക് പണമിട്ടതുപോലെ ജീവിതത്തിൽ എത്ര അധ്വാനിച്ചിട്ടും ഒരു തൃപ്തിയില്ലാതെ, ഫലമില്ലാതെ, അധ്വാനത്തിന്റെ ഫലം ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ, ദൈവാത്മാവിന്റെ അധികാരത്തിൽ ഓർപ്പിക്കട്ടെ, ദശാംശം ദൈവത്തിന്റെ ആലയത്തിൽ ഭണ്ഡാരത്തിൽ വന്നില്ലെങ്കിൽ അധ്വാനത്തിന്റെ ഫലം വെട്ടിക്കിളി കൊണ്ടുപോയെന്നിരിക്കും. Now think about this. എൻ്റെ അധ്വാനത്തിന്റെ ഫലം നിലനിൽക്കുന്നില്ല, വെട്ടിക്കിളിയും തുള്ളനും കൊണ്ടുപോയെങ്കിൽ നിങ്ങളുടെ വളരെ ഫലം കായ്ക്കുകയും ഫലം നിലനിൽക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് മറുപടിയുള്ളൂ. തിങ്ക് അബൌട്ട് ഇറ്റ്. ഒന്ന് ചിന്തിച്ചാട്ട്. ഞാൻ ഒത്തിരി അധ്വാനിച്ചു, അധ്വാനത്തിന്റെ ഫലം കയ്യിലെത്തി, എങ്കിലും കയ്യിലെത്തി അനുഭവിക്കുന്നതിന്റെ മുൻപേ വെട്ടിക്കിളിയും തുള്ളനും നശിപ്പിച്ചു. ഓൾറൈറ്റ്, അടുത്തൊരു സൈക്കിൾ ഉണ്ടല്ലോ, അടുത്തൊരു വർഷമുണ്ടല്ലോ, അധ്വാനിക്കാം, നല്ല കാര്യം. എങ്കിലും അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഫലം നിലനിന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച പ്രാർത്ഥനാ വിഷയത്തിന് മറുപടിയുമില്ല. അധ്വാനത്തിന്റെ ഫലം നിലനിൽക്കണമെങ്കിൽ വെട്ടിക്കിളിയും തുള്ളനും നശിപ്പിക്കാതെ പകരം ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ദൈവം സ്ഥലം പോരാതെ വരുവോളം ഒരു അനുഗ്രഹത്താൽ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ദശാംശങ്ങൾ ആലയത്തിൽ ആഹാരമുണ്ടാകുവാൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടിട്ടേ മതിയാകും. അടുത്തൊരു വാക്യം കൂടെ വായിക്കട്ടെ. 127 സങ്കീർത്തനം 1 വാക്യം. 127 സങ്കീർത്തനം 1 വാക്യം. ഇതാ അധ്വാനിക്കുന്നവരുടെ ഫലം, അധ്വാനത്തിന്റെ ഫലം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വ്യഥ അധ്വാനിക്കുന്നു. മതി, പണിയുന്നവർ വ്യഥ അധ്വാനിക്കുന്നു. ഭവനം പണിയുവാൻ, ഗ്രഹം പണിയുവാൻ, ജീവിതം പണിതെടുക്കുവാൻ, വിദ്യാഭ്യാസം മുതൽ ബിസിനസ് വരെ, നമ്മുടെ അധ്വാനം മുതൽ കഠിനാധ്വാനം വരെ, നമ്മുടെ കോൺടാക്റ്റുകൾ മുതൽ സകലതും എത്ര പരിശ്രമിച്ചിട്ടും യഹോവ വീട് പണിയാതിരുന്നാൽ നമ്മൾ അധ്വാനിക്കുന്നത് വ്യർത്ഥമായി തീരും. യഹോവ വീട് പണിയണമെങ്കിൽ ഹഗായിയുടെ പ്രവചനം
1-ാം അധ്യായം 4-ാം വാക്യം. ഇതും ഇന്നാർക്കോ ഉള്ള ആലോചനയായി ദൈവത്തിന്റെ ആത്മാവിനെ ഏൽപ്പിച്ചത്. ഹഗായുടെ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യം. എന്താണ് കർത്താവ് വീട് പണിയാതിരിക്കുന്നത്? ഈ ആലയം ശൂന്യമായിരിക്കെ, ഈ ആലയം ശൂന്യമായിരിക്കെ, നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? നിങ്ങൾ തട്ടിട്ട വീട്ടിൽ പാർക്കുവാൻ കാലമായോ? എൻ്റെ ആലയം ശൂന്യമായിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള താലന്ത്, നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന റിസോഴ്സസ്, നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സാധ്യതകൾ, അത് എൻ്റെ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്താതെ ആലയം ശൂന്യമായി കിടക്കുമ്പോൾ, അവിടുത്തെ പ്രവൃത്തികളെ നിങ്ങൾ കണ്ടിട്ടും അത് ശൂന്യമായി കിടക്കുമ്പോൾ, നിങ്ങൾ തട്ടിട്ട വീട്ടിൽ സ്വസ്ഥതയോടെ പാർക്കാം എന്ന് വിചാരിച്ചാൽ, എൻ്റെ വരുമാനത്തിനു വേണ്ടി ഞാൻ ഓടാം എന്ന് വിചാരിച്ചാൽ, ആലയത്തിന്റെ പണി അവരൊക്കെ ഉണ്ടല്ലോ നോയിക്കോളും, നമുക്ക് നമ്മുടെ പണി നോക്കാം എന്ന് പറഞ്ഞാൽ, ആലയത്തിന്റെ ആവശ്യങ്ങൾ കണ്ടിട്ട് വേലക്കാർ ചുരുക്കമാണ് എന്ന് കണ്ടിട്ട് വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനോ കഴിയാതെ തട്ടിട്ട വീട്ടിൽ സുഖത്തോടെ പാർക്കുന്നവരുണ്ടെങ്കിൽ, അധ്വാനിക്കുവാൻ കഴിയാതെ വിലമുടക്കുവാൻ കഴിയാതെ തട്ടിട്ട വീട്ടിൽ പാർക്കുന്നവരുണ്ടെങ്കിൽ, യഹോവ ചിലപ്പോൾ വീട് പണിതില്ലെന്നിരിക്കും. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. അധ്വാനത്തിന്റെ ഫലം വേണോ? യഹോവ വീട് പണിയണോ? ആദ്യമേ അവന്റെ ആലയം. യേശു കർത്താവിന്റെ വാക്കുകളിൽ, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടൊപ്പം ഇവയൊക്കെയും നിങ്ങളുടെ പുറകെ വന്നിരിക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടർന്നിരിക്കും. അധ്വാനത്തിന്റെ ഫലം വേണമോ? ദൈവത്തിന്റെ വഴികളിൽ വന്നെങ്കിൽ കൊള്ളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചില തീരുമാനങ്ങളോട് ഉയരുവാൻ പോകുകയാണ്. ആ തീരുമാനങ്ങൾ ഉയരുമ്പോൾ ദൈവാത്മാവിനെ ഏൽപ്പിച്ച ശുശ്രൂഷയിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മാനസാന്തരത്തിന്റെ ഫലത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. കാര്യം, മാനസാന്തരത്തിന് തക്ക ഫലം കായ്ക്കുകയും മാനസാന്തരത്തിന്റെ ഫലം നിലനിൽക്കുകയും വേണം. മാനസാന്തരത്തിന്റെ ഫലം എന്നാൽ എന്ത്? വാക്യങ്ങൾ വായിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ He is faithful. He is faithful to forgive our sins. നമ്മളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ, ഏറ്റുപറയുന്ന ഫലം, അധരഫലം, ഏറ്റുപറയുന്നതുണ്ടെങ്കിൽ അത് അധരഫലം മാനസാന്തരത്തിന്റെ ഫലമാണ്. എൻ്റെ അകത്ത് എത്ര വികാരങ്ങൾ ഉയർന്നാലും കർത്താവ് ക്ഷമിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് കരച്ചിൽ ഒത്തിരി വരുന്ന കാര്യം, ഞാൻ ചെയ്ത തെറ്റുകളെ കുറിച്ചൊക്കെ ഓർത്ത് കുറ്റബോധത്തിൽ ഞാൻ കരയുകയാണ്. നീ കരഞ്ഞാൽ അവൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കാൻ അവൻ വിശ്വസ്തനാണ് പറഞ്ഞിട്ടില്ല. നെഞ്ചത്തടിച്ച് ഏങ്ങലരിച്ച് കരഞ്ഞാലും അവൻ ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അത് ക്ഷമിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. പലപ്പോഴും എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ദൈവസന്നിധിയിൽ പറയുവാൻ. നിങ്ങളുടെ പാപങ്ങൾ തമ്മിൽ തമ്മിൽ ഏറ്റുപറയുവാൻ, എങ്കിൽ രോഗസൗഖ്യം വരുമെന്ന് പറയുമ്പോൾ അധരഫലം, പാപത്തിന്റെ ഏറ്റുപറച്ചിൽ, അധരത്തിന്റെ ഫലം കാണിക്കുവാൻ, ദൈവസന്നിധിയിൽ നൽകുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. ഉണർവിന്റെ മെസ്സേജ് കേൾക്കാൻ ഇഷ്ടമാണ്. അധരഫലം, മാനസാന്തരത്തിന്റെ ഫലം കൊടുക്കുവാൻ സാധിക്കുമോ? ഓരോ ദിവസവും യേശുവേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ. ഞാൻ കോപിച്ചു, ഞാൻ തെറ്റായ വാക്കുപയോഗിച്ചു. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, ഏറ്റുപറഞ്ഞില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വഴിയിൽ കൂടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും എന്ന് കാണിക്കുന്ന ഒരു വാക്യമുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ കാണിക്കണം. അടുത്ത ആഴ്ചയിൽ എനിക്കത് പ്രസംഗിക്കാനാണ്. മറ്റൊരു വ്യക്തി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിന്റെ പാപം ക്ഷമിക്കപ്പെടും. പ്ലീസ് ഷോ മീ. ഒത്തിരി 3 ദിവസം ഉപവസിച്ച് കരഞ്ഞ്, പാപമേറ്റു പറയണ്ട, കരഞ്ഞാൽ മതി. വികാരങ്ങളിൽ കൂടെ പാപക്ഷമ കിട്ടും. കാണിച്ചു തരണം. വികാരങ്ങളല്ല, മറ്റൊരു വ്യക്തിയുടെ പ്രാർത്ഥനയല്ല. നിങ്ങൾ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ അവൻ ക്ഷമിച്ചിരിക്കും. നത്തിങ് മോർ, നത്തിങ് ലെസ്. അതിനേക്കാൾ കൂടിയും കുറഞ്ഞും ഒന്നും പറയുവാനില്ല. ഏത് വലിയ പാപമാണെങ്കിലും, എത്ര വലിയ ശക്തമായ കുറ്റബോധമാണെങ്കിലും ഒറ്റ പ്രാവശ്യം ഏറ്റുപറ, യേശുവേ, കർത്താവേ, എന്നോട് ക്ഷമിക്കണം, മകളെ രക്തത്താൽ എന്നെ കഴുകണം. ആ പാപം കർത്താവ് ക്ഷമിച്ചു തന്നിരിക്കും. അവൻ വിശ്വസ്തനാണ്. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ്. അവൻ വിശ്വസ്തനാണ്, നീതിമാനാണ്. നമ്മളുടെ പ്രാർത്ഥനകൾ കേട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന പാപങ്ങൾ അവൻ ക്ഷമിച്ചിരിക്കും. അത് മാത്രമല്ല മാനസാന്തരത്തിന്റെ ഫലം. അധരത്തിൽ കൂടെ വരുന്ന ഏറ്റുപറച്ചിൽ മാത്രമല്ല, മാനസാന്തരത്തിന്റെ ഫലം ചില തീരുമാനങ്ങളാണ്. ഞാൻ തീരുമാനിക്കുന്നു, ഇനിയും അങ്ങോട്ട് പോകുകയില്ല, ഇനിയും അത് ഞാൻ ചെയ്യുകയില്ല, ഇനിയും എൻ്റെ ജീവിതം ഞാൻ സൂക്ഷിക്കും. ചില തീരുമാനങ്ങൾ എടുത്താൽ അത് മാനസാന്തരത്തിന്റെ ഫലമാണ്. മാനസാന്തരത്തിന് തക്ക ഫലം കായ്ക്കുവാൻ, ഫലം വളരെ വർദ്ധിച്ചാൽ അവൻ പ്രാർത്ഥനകൾക്ക് മറുപടി തന്നിരിക്കും. ഇന്ന് ചിലരുടെ
വരണ്ടുപോയ കരങ്ങൾ നീണ്ടുവരുവാൻ പോകുകയാണ്. യെസ്, തയ്യാറായിക്കോ. ഹല്ലേലൂയ. എന്ന ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ പോകുകയാണ്. നമ്മളുടെ ചിന്തകളുടെ ഫലം ദോഷമായി വരാതിരിക്കുവാൻ, വികാരങ്ങളുടെ ഫലം ദോഷമായി വരാതിരിക്കുവാൻ, അധരങ്ങളുടെ ഫലം ദോഷമായി വരാതിരിക്കുവാൻ, നമ്മളുടെ മാനസാന്തരത്തിൻ്റെ ഫലം നന്മയ്ക്കായി വരുവാൻ, അധ്വാനത്തിൻ്റെ ഫലം നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനായി വരുവാൻ, നമ്മളുടെ ജീവിതത്തിൽ ഓരോ ഫലങ്ങളും നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നമ്മളുടെ ജീവിതത്തിൽ ഉയർന്നു വരുവാൻ ഇന്ന് ചിലർ തയ്യാറാണെങ്കിൽ, ഇന്ന് കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു അരുളപ്പാടുണ്ട്. നിന്റെ കരം നീ നീട്ടിക്കോ, വരണ്ടിരിക്കുന്ന കരം നീ നീട്ടിക്കോ. നിന്റെ ജീവിതത്തിൽ ഒരു ഫലപ്രദമായ അനുഭവത്തിലേക്ക് വരുവാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ചിലരോടുള്ള ആലോചന ഞാൻ അറിയിക്കട്ടെ. രോഗം കൊണ്ട്, ക്ഷീണം കൊണ്ട്, ബലഹീനത കൊണ്ട്, പാപം കൊണ്ട് ചിലരുടെ കരങ്ങൾ വരണ്ടുപോയത്, ദൈവ ശുശ്രൂഷകന്മാർക്ക്, ദൈവദാസന്മാർക്കും വിരോധമായി സംസാരിച്ച വാക്കുകൾ നിമിത്തം ചിലരുടെ കരം വരണ്ടുപോയത്, ചിലരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ അത് ആകപ്പാടെ തകർന്നു പോയത്, ചിലരുടെ ജീവിതത്തിൽ ഒട്ടും മുൻപോട്ട് പോകുവാൻ കഴിയാതെ നിൽക്കുന്ന ചിലരോട് ഇന്ന് പകൽക്കാലം മനസ്സലിവുള്ള ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർത്ത് ഞാൻ ഒരു കാര്യം പ്രബോധിപ്പിക്കട്ടെ. എന്ന് നിന്റെ കരം നീട്ടുവാൻ ഒരു ആലോചനയുണ്ട്. ചിലരുടെ കരം ഇന്ന് നീട്ടുവാൻ പോകുക എന്ന് പറഞ്ഞാൽ a total restoration. ഇനിയും നിന്റെ കരം നീട്ടിയാൽ ചിലതൊക്കെ നിന്റെ കരത്തിലേക്ക് വരത്തക്കതുപോലെ, പ്രവർത്തനത്തിൻ്റെ ഫലം നിന്റെ കരത്തിലേക്ക് വരത്തക്കതുപോലെ, പ്രവർത്തിക്കുവാൻ കഴിയുന്നത് പോലെ ചിലത്തിൻ്റെ കരത്തെ എൻ്റെ ദൈവം ഒന്ന് ശക്തീകരിക്കുവാൻ പോകുകയാണ്. ഇന്ന് വരണ്ടുപോയ കരങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോ. ഇന്ന് ഈ മെസ്സേജ് കഴിയുന്നതിന് മുൻപേ യേശുവേ എൻ്റെ കരത്തിന് ഒന്ന് ബലം തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായിട്ട് ഞാൻ ചില ആഴമേറിയ രോഗസൗഖ്യങ്ങളിലേക്ക് ദൈവം സഭയെ നടത്തുവാൻ പോകുകയാണ്. ഇന്ന് ചില കിഡ്നികൾ സൗഖ്യമാകുന്നത് പോലെ എൻ്റെ ദൈവത്തിൻ്റെ കരം ചില വ്യക്തികളെ തൊടുവാൻ പോകുകയാണ്. ശരീരത്തിൻ്റെ അവയവങ്ങൾ, മെഡിക്കൽ സയൻസിന് പ്രത്യാശയില്ലാത്ത, മറുപടിയില്ലാത്ത ചില വിഷയങ്ങളിൽ എൻ്റെ ദൈവം ചില സൗഖ്യങ്ങൾ തരുവാൻ പോകുകയാണ്. ഈ ശബ്ദവലയത്തിൻ്റെ ഉള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്ന ചിലർ ബെഥൽ റേമ റേഡിയോയിൽ കൂടെ ആയിരിക്കും, വെബ്സൈറ്റിൽ കൂടെ ആയിരിക്കും, ഹാർവെസ്റ്റ് ടെലിവിഷനിൽ കൂടെ ആയിരിക്കും, എവിടെയോ ഇതിൻ്റെ അകത്തിരിക്കുന്നവർ പ്രത്യേകിച്ചും ഇതാ ദൈവ സാന്നിധ്യത്തിൻ്റെ അളവ് വർദ്ധിച്ചു വരുന്ന ഈ സമയം ചില തീരുമാനങ്ങളെ തുടർന്ന് ദൈവത്തിൻ്റെ കരം ചിലരുടെ കരങ്ങളെ കയറി പിടിക്കുകയാണ്. കരം നീട്ടുക എന്നുള്ള ശബ്ദം ചിലർക്ക് വേണ്ടി മുഴങ്ങുകയാണ്. നിന്റെ വരണ്ടുപോയ കരം എന്ന് നീ നീട്ടിക്കോ. ഇതുവരെ നിനക്ക് പ്രവർത്തിക്കുവാൻ കഴിയാതെ നിന്റെ പ്രവർത്തന മേഖലയെ ബന്ധിച്ചു കളഞ്ഞ, നിന്റെ പ്രവർത്തന മണ്ഡലത്തെ തകർത്ത് മാറ്റിയ, നിനക്ക് നീങ്ങുവാൻ കഴിയാതെ, ചലിക്കുവാൻ കഴിയാതെ, ജോലി ചെയ്യുവാൻ കഴിയാതെ, നിന്റെ കരത്തിലേക്കൊന്നും വരുവാൻ കഴിയാതെ കരങ്ങൾ തളർന്നുപോയ ചിലതിനോട് ഇന്ന് ദൈവാത്മാവിൽ പറയുകയാണ്, കരം നീട്ടിക്കോ, കരം നീട്ടിക്കോ. അതിനോട് പ്രതികരിക്കുന്ന ചിലരുണ്ടെങ്കിൽ ഇന്ന് കരം ഉയരട്ടെ. ഹല്ലേലൂയ. ദൈവസഭയിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ താല്പര്യപ്പെടുന്നവർ എഴുന്നേറ്റ് നിന്നാലും, എവിടെയെങ്കിലും എഴുന്നേറ്റ് നിൽക്കുവാൻ അവസരമുള്ളവർ, സാധ്യതയുള്ളവർ അവരുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാലും ഇന്ന് പകൽക്കാലം ഒരു ശുശ്രൂഷ ഇതിൻ്റെ അകത്ത് ആരംഭിക്കുകയാണ്. ചില വരണ്ടുപോയ കരങ്ങൾ, ഫലമില്ലാതെ പോയ ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അവരുടെ കരം നീട്ടുവാൻ ഇതാ സമയമായി കഴിഞ്ഞിരിക്കുകയാണ്. അത് ഹീലിംഗ്സ് ആയി, അത് ജീവിതത്തിൽ പിന്മാറ്റത്തിൽ നിന്നുമുള്ള മടങ്ങി വരവായി, യേശുവിനോട് അവരുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയായി, എങ്ങനെയൊക്കെയോ ചിലരുടെ ജീവിതത്തിൽ നിത്യതയുടെ വെളിച്ചത്തിലും ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ജീവിതത്തിൽ കൂടെ വെളിപ്പെട്ടു വരുവാനും എൻ്റെ ദൈവം ചിലരെ തൊടുവാൻ സമയമായി കഴിഞ്ഞു. Thank you Lord, thank you Lord. ചില ഹീലിംഗ്സ് ഈ സമയം ദൈവത്തിന്റെ ആത്മാവ് റിലീസ് ചെയ്യുകയാണ്. ശരീരത്തിന് ആവശ്യമുള്ള ചില ഹീലിംഗ്സ്, ഹല്ലേലൂയ. വികാരങ്ങൾക്ക് ആവശ്യമുള്ള ചില ഇമോഷണൽ ഹീലിംഗ്സ്, ആത്മാവിൽ ആവശ്യമുള്ള പിന്മാറ്റത്തിൽ നിന്നും മാനസാന്തരവും മടങ്ങിവരവും എന്നതുപോലെ ചില ഹീലിംഗ്സ്. മാനുഷിക വാക്കുകൾക്കും മാനുഷിക പ്രവൃത്തികൾക്കും ഒരിക്കലും ചെയ്തെടുക്കുവാൻ കഴിയാത്തത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചില ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ ഞങ്ങൾ സഭയായി റിലീസ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുവാൻ താങ്ക് യു ലോർഡ്. നിരാശയുള്ള ചിലതിന്റെ നിരാശകൾ മാറി, ഡിപ്രഷൻ മാറി, പകരം പ്രത്യാശയും ധൈര്യവും ഉറപ്പും വലിയ സന്തോഷമുള്ളവരായി, ആത്മാവിന്റെ ഫലം അകത്ത് ഉണ്ടായി വരുന്നവരായി, സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, പ്രത്യാശ നിയന്ത്രിക്കുവാൻ, അവരെ തന്നെ നിയന്ത്രിക്കുവാൻ സ്വയം നിയന്ത്രണം. യെസ്, പല വ്യത്യസ്ത അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയ ചിലതിന് ഇന്ന് പകൽക്കാലം കരം നീട്ടുവാൻ ഒരു അവസരം ഇതാ ദൈവാത്മാവ് തരികയാണ്. നിങ്ങളുടെ കരം ദൈവസന്നിധിയിൽ ഉയർത്തിയാലും, യേശുവേ എൻ്റെ അനുഭവം ഇതാണ്, എനിക്ക് എൻ്റെ കരം വരണ്ടുപോയി, എനിക്ക് എൻ്റെ ജീവിതത്തിൽ പണ്ടത്തെ അനുഭവങ്ങൾ മാറിപ്പോയി, എൻ്റെ ജീവിതത്തിൽ പണ്ടുണ്ടായിരുന്ന എൻ്റെ സന്തോഷം പോയി, കർത്താവേ ഇതാ എനിക്കത് മടക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, ആരോഗ്യം മടക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, എനിക്ക് എൻ്റെ ശുശ്രൂഷ മടക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, എൻ്റെ ജോലി മടക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, എൻ്റെ ഭാവി നഷ്ടപ്പെട്ടത് മടക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, ആത്മീയ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയത് മടക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചിലതിനോട് ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, ചിലതൊക്കെ മടങ്ങി വരാൻ സമയമായി. കരം നീട്ടിക്കോ, കരം നീട്ടിക്കോ, കരം നീട്ടിക്കോ. ഇതൊരു വ്യക്തിയുടെ വാക്കിനേക്കാൾ ഉപരി ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നതായി ഇന്ന് പകൽക്കാലം ചിലർ ഏറ്റെടുക്കട്ടെ. ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുന്ന ചിലരുടെ കരങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീണ്ടുവരുവാൻ, ആ വരണ്ടുപോയ കരങ്ങൾ നീണ്ടുവരുവാൻ ഇന്ന് പകൽക്കാലം ആലയത്തിന്റെ അകത്തുള്ള ചിലതിന്റെ കരങ്ങൾ വരണ്ടുപോയത് യേശുവിന്റെ നാമത്തിൽ തുറന്നു വരുവാൻ
വരുവാൻ, നീണ്ടു വരുവാൻ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു ശുശ്രൂഷ റിലീസ് ചെയ്യുകയാണ്. സഭ പ്രാർത്ഥനയിലേക്കും ആത്മാവിൽ ആരാധനയിലേക്കും ഒന്ന് ഉയർന്നാലും in the name of Jesus. ഇന്ന് ചിലർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ, എവിടെയോ ഗ്രൗണ്ടായി പോയ ചിലർ, എവിടെയോ ഇരുന്നു പോയ ചിലർ, എവിടെയോ ഉയരുവാൻ കഴിയാതെ കിടന്നുപോയ ചിലർ, ഇന്ന് പകൽക്കാലം കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ വരണ്ടുപോയ കരം നീട്ടുക, വരണ്ടുപോയ കരം നീട്ടുക, വരണ്ടുപോയ കരം നീട്ടുക. യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ശക്തിയിൽ ഞങ്ങൾ അത് ഡിക്ലെയർ ചെയ്യുകയാണ്, ഞങ്ങൾ ആത്മാവിന്റെ ശക്തിയിൽ റിലീസ് ചെയ്യുകയാണ്. Now in the name of Jesus, വചന ശുശ്രൂഷയിൽ കൂടെ എന്റെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്തെടുത്ത ചില പ്രവർത്തികൾ അതിന്റെ പൂർണ്ണതയിൽ തികച്ചു വരുവാൻ, യെസ് ലോർഡ്, നിങ്ങളിൽ നല്ലൊരു പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കുവോളം ഞങ്ങളുടെ ഉള്ളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ പിന്മാറ്റത്തിലേക്ക് പോയ ചിലതിനെ മടക്കിക്കൊണ്ട് വരുവാൻ, ശുശ്രൂഷകൾ തകർന്നു പോയ ചിലതിനെ മടക്കിക്കൊണ്ട് വരുവാൻ, ജീവിതത്തിൽ തകർച്ച അനുഭവിച്ച ചിലതിനെ മടക്കിക്കൊണ്ട് വരുവാൻ, രോഗത്തിനായി പോയ ചിലതിനെ മടക്കിക്കൊണ്ട് വരുവാൻ, വരണ്ടുപോയ കരങ്ങൾ ചിലരുടെ നീണ്ടുവരുവാൻ, ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സമയമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദവലയത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ചിലർ, ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്ന ചിലർ, ഈ മെസ്സേജിന് പ്രതികരിച്ച ചിലർ, അവരുടെ ചിന്തകൾ, അവരുടെ വാക്കുകൾ, അവരുടെ വികാരങ്ങൾ, അവരുടെ പ്രവൃത്തികൾ, അവരുടെ അധ്വാനത്തിന്റെ ഫലമൊക്കെയും നിലനിൽക്കത്തക്കതുപോലെ ദൈവകരങ്ങളിലേക്ക് അവരെ തന്നെ ഏൽപ്പിക്കുന്ന ചിലർ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആത്മാവിലേക്ക് ഉയരുകയാണ്, ഉണരുകയാണ്, ഉയരുകയാണ്. In the mighty name of Jesus, ശുശ്രൂഷയും ആത്മശക്തിയും ആവശ്യമുള്ള ചിലരിലേക്ക്, ചില ഭവനങ്ങളിലേക്ക് അത് വ്യാപരിക്കുവാൻ, ചില മുറികളിലേക്ക് അത് വ്യാപരിക്കുവാൻ, ചില ശരീരങ്ങളിലേക്ക് അത് വ്യാപരിക്കുവാൻ, in the name of Jesus, അനുഗ്രഹത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും രക്ഷയുടെയും ചില വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ശക്തിയായി, ആത്മാവിന്റെ ആയുധമായി ഈ നിമിഷം ഈ ശബ്ദ തരംഗങ്ങളിൽ കൂടെ വ്യാപരിക്കട്ടെ. In the name of Jesus. ശക്തിയുടെ ദൈവത്തെ സ്തുതിച്ചോ, ദൈവത്തെ സ്തുതിച്ചോ, ആരാധിച്ചോ. ചിലർക്ക് വേണ്ടി ആവശ്യമുള്ള ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവം റിലീസ് ചെയ്ത് കഴിഞ്ഞു. ആ കരങ്ങൾ എന്റെ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, എന്റെ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിന്റെ ഫലം എന്ന സ്തോത്രയാഗം. Oh yes, ശരീരങ്ങൾ ജീവന വിശുദ്ധിയുള്ള യാഗമായി ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന സ്തോത്രയാഗം. Yes, മനോഭാവങ്ങൾ, നമ്മുടെ ചിന്തകൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമായി ഉയരുമ്പോൾ ഇത് ഞാൻ പറയട്ടെ, ചില വരണ്ട കരങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീണ്ടു വരികയാണ്. പോയ ചിലത് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരികയാണ്. പ്രത്യാശയ്ക്ക് ഭംഗം വന്നുപോയ ചിലത് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരിക എന്നുള്ള ശബ്ദം പോലെ ചിലർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ഒരു ശബ്ദം മുഴങ്ങുകയാണ്. പ്രത്യാശയ്ക്ക് ഉയർത്തുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശത്രു മൂടിക്കളഞ്ഞ ചില കിണറുകൾ രഹബോത്ത് എന്നതുപോലെ പുറത്തു വരട്ടെ, രഹബോത്ത് എന്നതുപോലെ പുറത്തു വരട്ടെ, രഹബോത്ത് എന്നതുപോലെ പുറത്തു വരട്ടെ. ശത്രു മൂടിക്കളഞ്ഞ ചില കിണറുകൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പുറത്തെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് പുറത്തു വരികയാണ്. ശുശ്രൂഷകൾ അസ്തമിച്ചു എന്ന വിധി എഴുതിയെടുത്ത യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോ, ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോ. മനുഷ്യർക്ക് സാധിക്കാത്തത്, വാക്കുകൾക്ക് സാധിക്കാത്തത്, ഒരിക്കലും ആർക്കും ചെയ്തെടുക്കുവാൻ കഴിയാത്തത് ദൈവാത്മാവിന്റെ പ്രവൃത്തിയാൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കുകയാണ്. ഞങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം കൽപ്പിക്കുകയാണ്. അധരഫലം സൃഷ്ടിക്കുന്നവൻ, അധരത്തിന്റെ ഫലം സൃഷ്ടിക്കുന്നവൻ, വിശ്വസ്തനും നീതിമാനുമായ ദൈവമേ, എന്നവരുടെ നാമത്തിൽ ഉയർന്ന ആത്മാവിന്റെ ഈ ആഴമേറിയ അനുഭവത്തിൽ, ആത്മാവിന്റെ ആഴമേറിയ ഈ അന്തരീക്ഷത്തിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവസഭയായി ഇന്ന് ചില പുതിയ ആരംഭങ്ങളെ വിളിച്ചു വരുത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില പുതിയ ആരംഭങ്ങൾ ഉണ്ടായി വരട്ടെ. അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ തുറന്നു വരട്ടെ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി മുൻപിൽ പോകുവാൻ വരണ്ടുപോയ ചില കരങ്ങൾ ഇന്ന് പകൽക്കാലം ശക്തീകരിക്കപ്പെടുമ്പോൾ, ഇന്ന് അടഞ്ഞുപോയ ചില വാതിലുകൾ തുറന്നു വരുമ്പോൾ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടഞ്ഞുപോയ ചില വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരികയാണ്. പുതിയ ചില വഴികൾ ചിലർക്കായി തുറന്നു വരികയാണ്. മരുഭൂമി മലർവാടിയായി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ അധരഫലം സൃഷ്ടിക്കുന്നവൻ എന്റെ വലം കരം പിടിച്ചിരിക്കുന്നു എന്നുറപ്പുള്ളവർ ഇന്ന് ദൈവത്തെ സ്തുതിച്ചു. ആധരത്തിന്റെ ഫലം സൃഷ്ടിക്കുന്നവൻ, സമാധാനം സൃഷ്ടിക്കുന്നവൻ, അനുഗ്രഹം സൃഷ്ടിക്കുന്നവൻ, കാവലായി കോട്ടയായി പരിചയമായി എനിക്ക് ചുറ്റും എന്നും എന്നും ദൂതന്മാരെ അയക്കുകയും എന്റെ വചനം അയച്ച് എന്നെ സൗഖ്യമാക്കുന്നവൻ എന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൂതന്മാരുടെ ശുശ്രൂഷ ഓരോ സ്ഥലങ്ങളിൽ റിലീസാകുകയാണ്. ചിലർ ഫലപ്രദമായ അനുഭവത്തിലേക്ക് വരുവാൻ ഇതാ കാലമായി കഴിഞ്ഞു.
വരണ്ട അനുഭവങ്ങളെ മാറ്റിക്കൊണ്ട്, ഉണങ്ങിപ്പോയ അനുഭവങ്ങളെ മാറ്റിക്കൊണ്ട് ഇതാ പുതിയൊരു ജീവൻ എൻ്റെ ദൈവം ചില ശരീരങ്ങളിലേക്ക്, ചില ജീവിത അനുഭവങ്ങളിലേക്ക്, ചില വഴികളിലേക്ക് ദൈവം അയക്കുകയാണ്. ചില കുടുംബങ്ങളിലേക്ക് ദൈവം അയക്കുകയാണ്. ചില ഭവനങ്ങളിലേക്ക് ദൈവം അയക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വരണ്ടു പോയ കരം നീണ്ടു വന്നിരിക്കും. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ